മനസ്സിനോ വാക്കിനോ വിഷയമാകാത്തതാണ് ആദിപരാശക്തിയായ ദേവി. മനസ്സും വാക്കുമാണ് അറിവിൻ്റെ 2 പ്രധാന ഉപായങ്ങൾ. 10 പേർ ഒന്നിച്ച് 6 കടന്നു, അക്കരെ എത്തി. ആളെണ്ണി നോക്കിയപ്പോൾ 9 പേരെയുള്ളൂ. എണ്ണിയവരാരും എണ്ണിയവനെ കൂട്ടിയില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു, ദശമത്വമസി, അതായത് 10ാമൻ താൻ തന്നെ എന്ന്. വാക്കുകൊണ്ട് അറിവുണ്ടാകുന്നതിനുള്ള പ്രസിദ്ധമായ ഉദാഹരണമായാണ് ഇതിനെ കരുതിപ്പോരുന്നത്. കണ്ണും കാതും കാലും എത്താത്ത ദൂരങ്ങളിലെ യഥാർത്ഥമായ അറിവുണ്ടാകുന്നതും ആപ്തന്മാരുടെ വാക്കുകളിലൂടെയാണ്. മറ്റൊരുപാധി മനസ്സാണ്. കേട്ടറിഞ്ഞും വായിച്ചറിഞ്ഞതുമായ കാര്യങ്ങളെ മനസ്സ് അപഗ്രഥിച്ച് ആവർത്തിച്ച് ചിന്തിച്ചാണ് പുതിയ അറിവുകൾ രൂപപ്പെടുത്തുന്നത്. ഈ ഉപാധികളൊന്നും പ്രപഞ്ചനാഥയായ ദേവിയെ ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല. മനസ്സിനെയും വാക്കിനെയും പ്രകാശിപ്പിക്കുന്ന ദേവിയെ പ്രകാശിപ്പിക്കാൻ അവ അശക്തങ്ങളാണ്. വൈദ്യുതി ബൾബിനെ പ്രകാശിപ്പിക്കുന്നു, എന്നാൽ വൈദ്യുതിയെ പ്രകാശിപ്പിക്കാൻ ബൾബ് അശക്തമാണ്. ചിത്തത്തിലെ സ്പന്ദനങ്ങളാണ് മനസ്സും വാക്കും. അവ അടങ്ങാതെ ആത്മസ്വരൂപമായ ദേവിയെ അറിയുക സാധ്യമല്ല. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഏതൊരു ആശയവും നിങ്ങളുടെ മനസ്സിനെ ബലപ്പെടുത്തുന്നതാണെങ്കിൽ സ്വീകരിക്കുക, അല്ല ദുർബലപ്പെടുത്തുന്നതാണെങ്കിൽ അവ നിരാകരിക്കുക. സ്വാമി വിവേകാനന്ദൻ. അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ പ്രാതസ്മരണ സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരദാത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്നജാഗര സുഷുപ്തമവൈതി നിത്യം തത് ബ്രഹ്മനിഷ്കളമഹം ന ച ഭൂതസംഘഃ.